ഹായ് ഹലോ നമ്മൾ ഇന്ന് കേരള PSC 2023 നടത്തിയ ഒരു LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ കോഡാണ് 141/2023. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതാണ് 81 മുതൽ 100 വരെയുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 81. 1 മുതൽ തുടർച്ചയായി 21 ഒറ്റസംഖ്യകളുടെ തുക എത്രയാണ്? അപ്പോൾ ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണത്? n² ആണ് ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഇവിടെ 21 ഒറ്റസംഖ്യകൾ, 1 മുതൽ തുടർച്ചയായ ആദ്യത്തെ 21 ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 21ൻ്റെ സ്ക്വയർ എടുക്കണം. 21ൻ്റെ സ്ക്വയർ 441, ഓപ്ഷൻ ബി. 81 ഓപ്ഷൻ ബി. 82 1000ൻ്റെ വർഗ്ഗത്തിൽ 1 കഴിഞ്ഞ് എത്ര പൂജ്യം ഉണ്ടാകും? 1000ൻ്റെ വർഗ്ഗത്തിൽ 1 കഴിഞ്ഞിട്ട് എത്ര പൂജ്യം? 1000ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 1000 × 1000 ആണ്. അപ്പോൾ മൊത്തം എത്ര പൂജ്യം വരും? 6 പൂജ്യം വരും. 1 കഴിഞ്ഞിട്ട് എത്ര പൂജ്യം? 6 പൂജ്യം ആയിരിക്കും. 82 ഓപ്ഷൻ സി. 83ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 90 km/h വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം ഒരു സെക്കൻഡിൽ എത്ര ദൂരം ഓടും? 90 km/h ആണ്. അതിനെ എന്തിലോട്ടാക്കണം? മീറ്റർ/സെക്കൻഡിലോട്ടാക്കാനാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? 5/18 കൊണ്ട് ഗുണിക്കും. അപ്പോൾ എന്ത് കിട്ടും? ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5 വരും. 5 × 5 25, ഓപ്ഷൻ ഡി. 83 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. അടുത്തത് 84 ഇതാണ്. 6, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടെത്തേണ്ടത്? LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ മനസ്സിലായി? 6, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ ഇതിനെക്കാട്ടിലും വലുതായിരിക്കും അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യണം? അത് LCM ആയിരിക്കും. നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 6, 8, 10 ഒന്നുകിൽ നമ്മൾ ചെയ്ത് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ അല്ലാതെ എഴുതി നോക്കാം. ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? 6, 8, 10 ആണ്. ആദ്യം നമ്മൾ എന്തിൽ ചെയ്യും? 2ൽ ചെയ്യാം. 2ൽ ചെയ്യുമ്പോൾ 3, 4, 5 എന്ന് വരും ഇല്ലേ? ഇനി നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ഗുണിക്കണം അല്ലേ? 5 × 4 20 വരും. 20 × 3 × 2 എന്ത് വരും? 3 × 2 6. 20 × 6 120 എന്ന് കിട്ടും. 84 ഓപ്ഷൻ എ. അടുത്തത് 85 ആണ്. 3:4:5 എന്ന് പറയുന്നത് അതേ റിലേഷൻ വെച്ചിട്ട് 6:8 എന്താണെന്നുള്ളത്. 3ൻ്റെ ഇരട്ടിയാണ് 6, 4ൻ്റെ ഇരട്ടിയാണ് 8, അടുത്തത് 5ൻ്റെ ഇരട്ടി വരണം. അതെന്താണ്? 10. അപ്പോൾ എന്ത് വരും? ഓപ്ഷൻ സി. 85 ഓപ്ഷൻ സി കിട്ടും. അടുത്തത് 86. 2 സംഖ്യകളുടെ ലസാഗു 300ഉം LCM 300ഉം ഉസാഗ 10ഉമാണ്. അവയിൽ ഒരു സംഖ്യ 60 ആണെങ്കിൽ മറ്റേ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? മറ്റേ സംഖ്യ എ എന്നെടുത്താൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? LCM × HCF ഭാഗം ബി എന്ന് കിട്ടും. രണ്ടാമത്തെ സംഖ്യ ബി ആണ് അല്ലേ? LCM ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 300. 300 × HCF 10 ആണ് ഭാഗം ഒരു സംഖ്യ എന്താ തന്നിട്ടുണ്ട്? 60 എന്ന് തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ 0യും ക്യാൻസൽ ചെയ്തു. ഇനി 6ഉം 300ഉം ക്യാൻസൽ ചെയ്യാം. 6, 30 ക്യാൻസൽ ചെയ്യുമ്പോൾ 50 എന്ന് വരും. രണ്ടാമത്തെ സംഖ്യ എന്താണ്? 50. 86 ഓപ്ഷൻ ബി 50 എന്ന് കിട്ടും. അടുത്തത് 87. 1/8 + 1/9 = 1/x ആയാൽ എക്സിൻ്റെ വില എന്ത്? അപ്പോൾ നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ നോക്കിയേ, ഭിന്നസംഖ്യകൾ കൂട്ടാനാണ്. 1/8 + 1/9 എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. ഇങ്ങനെ ക്രോസ് ചെയ്യാം. 1 × 9 9 + 1 × 8 8 ഡിവൈഡഡ് ബൈ 8 × 9. 8 9 എത്രയാണ്? 72. 9ഉം 8ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 9 8 കൂട്ടിയാൽ 17 എന്ന് കിട്ടും. 17/72 എന്ന് കിട്ടി അല്ലേ? 17/72 = 1/x എന്നാണ് തന്നിരിക്കുന്നത് ഇല്ലേ? 1/x തന്നിട്ടുണ്ട്. ഇതിന്ന് x കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. ഇങ്ങനെ ക്രോസ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? 17x = 72 എന്ന് കിട്ടും. ഇതിന്ന് x എങ്ങനെ കിട്ടും? x = 72/17 എന്ന് കിട്ടി. ഓപ്ഷൻ എ. 87 ഓപ്ഷൻ എ എന്ന് കിട്ടും. അടുത്തത് 88ാമത്തെ ക്വസ്റ്റ്യൻ. √x + √64 = 9.1 ആയാൽ എക്സിൻ്റെ വില എത്ര? √64 എത്രയാണ്? √64 നമുക്കറിയാം 8 ആണ്. അപ്പോൾ √x + 8 = 9.1. എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ +8 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 9.1 - 8 എന്നാവും. 9.1 8 കുറച്ച് എത്ര കിട്ടും? 1.1 എന്ന് കിട്ടും അല്ലേ? ഇനി x ആണ്, √x ആണ് 9.1 എന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അല്ലേ? സ്ക്വയർ അപ്പുറത്ത് പോയാൽ റൂട്ടാവും. റൂട്ടാണെങ്കിൽ അപ്പുറത്ത് പോയാൽ എന്താവും? സ്ക്വയർ ആവും. അപ്പോൾ x എന്ന് പറയുന്നത്
1.1ൻ്റെ സ്ക്വയർ ആയിരിക്കും. 1.1ൻ്റെ സ്ക്വയർ എത്രയാണ്? 11ൻ്റെ സ്ക്വയർ 121. ഇനി പോയിന്റ് കൊടുക്കാം, 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം. ഇപ്പോൾ 1.21 എന്ന് കിട്ടും. 1.21 ഓപ്ഷൻ ഡി. 88 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. അടുത്തത് 89. 10:102 എന്ന് പറയുന്നത് അതേ റിലേഷൻ പോലെ 20 എത്രയാണെന്നുള്ളത് അതെങ്ങനെ കണ്ടുപിടിക്കാം? 10ൻ്റെ സ്ക്വയർ ആണ് 100. 100ൻ്റെ കൂടെ എന്ത് കൂട്ടി? 2 കൂട്ടി. 20ൻ്റെ സ്ക്വയർ എത്രയാണ്? 20ൻ്റെ സ്ക്വയർ 400 ആണ്. 400ൻ്റെ കൂടെ എത്ര കൂട്ടാം? 400ൻ്റെ കൂടെ എത്ര കൂട്ടാം? ഇവിടെ 400ൻ്റെ കൂടെ 402 ഉണ്ട്, 404 ഉണ്ട്. 400ൻ്റെ കൂടെ എത്രയാണ് കൂട്ടേണ്ടത്? 2 കൂട്ടും. അപ്പോൾ 402 എന്ന് കിട്ടും. 89 ഓപ്ഷൻ ഡി. ഇവിടെ 2 കൂട്ടി, ഇവിടെയും 2 കൂട്ടി. ഓക്കെ. 90ാമത്തെ ക്വസ്റ്റ്യൻ. 1.25 ഇൻറ്റു 1.25 മൈനസ് 2 ഇൻറ്റു 1.25 ഇൻറ്റു 0.25 പ്ലസ് 0.25 ഇൻറ്റു 0.25. ഇത് നോക്കുമ്പോൾ വലിയ ലെങ്തി ആയിട്ട് തോന്നും. എന്നാൽ ഇതെങ്ങനെയാണ്? നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ്. എ ഇൻറ്റു എ മൈനസ് 2ab പ്ലസ് ബി ഇൻറ്റു ബി ദാറ്റ് ഈസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. എന്താണ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ? ഈ മൈനസ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണത്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഇവിടെ എ എത്രയാണ്? 1.25 മൈനസ് ബി എത്രയാണ്? 0.25. 1.25 എന്ന് 0.25 കുറച്ചാൽ 1 കിട്ടും. 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. 90 ഓപ്ഷൻ സി എന്ന് കിട്ടി. അടുത്തത് 91. കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത്? 72, 32, 64, 8. ഇത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. 91 ക്യാൻസൽഡ് ആണ്. അടുത്തത് 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു റേഡിയോ 20% ലാഭത്തിന് 720 രൂപയ്ക്ക് വിൽക്കുന്നു. 720 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതായത് വാങ്ങിയ വില തന്നിട്ടില്ല, വിറ്റ വില തന്നിട്ടുണ്ട് 720. അതെങ്ങനെയാണ്? 20% ലാഭമാണ്. അപ്പോൾ എക്സ്ട്രാ ഒരു 20 ഉണ്ട്. അതായത് 120 തന്നിട്ടുണ്ട്. എത്ര? 720. 120 ആണ് ഇവിടെ 720 എങ്കിൽ റേഡിയോയുടെ വാങ്ങിയ വില കണ്ടെത്തുക. അതായത് 100 കണ്ടെത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 720 ഭാഗം 120 ഇൻറ്റു 100 ചെയ്യും അല്ലേ? ആദ്യം ഒന്നിലേക്കാക്കിയിട്ട് അതിനെ 100 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 0യും 0യും ക്യാൻസൽ ചെയ്യാം. 72ഉം 12ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 6 എന്ന് കിട്ടും. 6 ഇൻറ്റു 100 എത്രയാണ്? 600 ഓപ്ഷൻ ബി. 92 ഓപ്ഷൻ ബി എന്ന് കിട്ടും. അടുത്തത് 93ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 30 പേരുടെ ശരാശരി ഭാരം 60 ആണ് എങ്കിൽ കൂട്ടത്തിൽ നിന്ന് ഒരാളെ മാറ്റിയപ്പോൾ ശരാശരി ഭാരം 60.5 കിലോഗ്രാം ആയി. ഇതുവരെ നമ്മൾ ചെയ്തതിലൊക്കെ ഒരാളെ കൂടെ കൂട്ടി ആഡ് ചെയ്തു. ഇവിടെ നോക്കിയാൽ ഒരാളെ മാറ്റിയപ്പോൾ. ഇനി നോക്ക്, എങ്കിൽ മാറിയ ആളുടെ ഭാരം എത്രയാണ്? സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു വ്യത്യാസം എങ്ങനെയാണ്? ഒരാളെ കുറച്ചു, എക്സിനെ കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തുക സമം എണ്ണവും ശരാശരിയും കൂടെ ഗുണിക്കണം. ഇവിടെ എണ്ണ എത്രയാണ്? 30 ആണ്. 30 ഇൻറ്റു ശരാശരി എത്രയാണ്? 60. 30 ഇൻറ്റു 60 എത്ര കിട്ടും? 6 3 18 പിന്നെ 2 0 1800 എന്ന് കിട്ടി. ഇനി ഒരാളെ കുറയ്ക്കുകയല്ലേ ചെയ്തേ? ആ കുറച്ച ആളിനെ ഞാൻ എക്സ് എന്ന് എടുത്തു, കുറച്ചു, ഭാരം കുറച്ചു. അപ്പോൾ എണ്ണവും കുറയും. എണ്ണം 30 എന്നുള്ളത് എത്രയാവും? 29 ആവും. അപ്പോൾ 29 താഴെ എണ്ണം എഴുതി. തുക ഭാഗം എണ്ണം സമം ആവറേജ് അല്ലെങ്കിൽ ശരാശരി. ഇവിടെ ശരാശരി എത്രയായി? 60.5 കിലോഗ്രാം ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 60.5 കിലോഗ്രാം. ഓക്കെ. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഭാഗം 29 സമത്തിനപ്പുറം പോകുമ്പോൾ എന്താവും? ഗുണാവും. 60.5 ഇൻറ്റു 29 എന്ന് പറഞ്ഞാൽ 605 ഇൻറ്റു 29 ചെയ്യുന്നു. സമം 5 9 45 4 വരും. 6 9 54 വരും. 605 ഇൻറ്റു 2 എന്നുള്ളത് 1210 എന്ന് കിട്ടും. കൂട്ടാം. 5 4 4 1 5 5 2 7 17,545 എന്ന് കിട്ടി. പോയിന്റ് കൊടുക്കുമ്പോൾ 1754.5 എന്ന് കിട്ടും. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 1800 മൈനസ് എക്സ് ഈക്വൽ ടു 1754.5. കണ്ടുപിടിക്കാനുള്ളത് എക്സ് ആണ്. എക്സ് ഇവിടെ എങ്ങനെയാണ് കിടക്കുന്നത്? മൈനസ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സമത്തിനപ്പുറം കൊണ്ടുവരും. 1754.5 സമത്തിന് ഇപ്പുറം വരും. അപ്പോൾ എങ്ങനെ കിട്ടും? ഓൾറെഡി ഇവിടെ എന്തുണ്ട്? 1800 ഉണ്ട്. 1800 മൈനസ് 1754.5 എന്ന് കിട്ടും അല്ലേ? ഇനി എന്താണ്? സമത്തിനപ്പുറം ആര് വന്നു? എക്സ് എന്നും വന്നു. സമത്തിനപ്പുറം മൈനസ് എക്സ്, സമത്തിനപ്പുറം പോയി പ്ലസ് എക്സ് ആയി. 1800 നിന്ന് 1754.5 കുറയ്ക്കാം. 5 വരും.
ഇല്ലേ? ഇവിടെ 9 4 പോയി 5 കിട്ടി, ഇടയ്ക്കുള്ള പോയിന്റ് ഇട്ടു. 9 5 പോയി 4 കിട്ടി. ഓക്കെ, 17 കുറച്ചു, അത് 0 ആയിപ്പോയി. അപ്പോൾ 45.5 എന്ന് കിട്ടും ആൻസർ. ഓപ്ഷൻ 45.5 ഓപ്ഷൻ സി, 93 ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓക്കെ, അടുത്ത 94ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 16 മീറ്റർ നീളമുള്ള ഒരു ചരടിൽ നിന്ന് 80 സെൻറ്റിമീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം? 16 മീറ്റർ ആണ്. മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എന്ത് ചെയ്യാം? സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. അടുത്ത് കിടക്കുന്ന സെൻറ്റിമീറ്റർ അല്ലേ, അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 മീറ്റർ ആകുമ്പോൾ 200 സെൻറ്റിമീറ്റർ ആവും, 3 മീറ്റർ ആകുമ്പോൾ 300 സെൻറ്റിമീറ്റർ ആവും. 16 മീറ്റർ ആകുമ്പോൾ 16 മീറ്റർ എന്ന് പറഞ്ഞാൽ 16 × 100 1600 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇതിൽ നിന്ന് 80 സെൻറ്റിമീറ്റർ ഉള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം? അപ്പോൾ എന്തു ചെയ്യും? 80 കൊണ്ട് ഭാഗിക്കും. ക്യാൻസൽ ചെയ്യാമല്ലോ. 0 0 ക്യാൻസൽ ചെയ്തു. 160നെ 8 കൊണ്ട് ഭാഗിക്കണം. എത്ര കിട്ടും? 20 എന്ന് കിട്ടും. 16ൽ 8 എന്ന് പറഞ്ഞാൽ 2 ആണ്, പിന്നെ 0, അപ്പോൾ 20 എന്ന് കിട്ടി. 94 ഓപ്ഷൻ എ. അടുത്തത് 95ാമത്തെ ക്വസ്റ്റ്യൻ. 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1ഉം 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2ഉം 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3ഉം കിട്ടുന്ന 3ഉം 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4ഉം കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇവിടെ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? LCM നമുക്ക് കണ്ടെത്താം. LCM കണ്ടെത്തുമ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1, 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 അല്ലേ? ഇനി 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2, 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3, 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4. നോക്കിയേ, ഇതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഓരോന്നിലും എത്രയാണ്? 1 ആണ്. 2ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. 3ഉം 2ഉം തമ്മിലുള്ളത് 1 ആണ്. 4ഉം 3ഉം തമ്മിലുള്ളത് 1 ആണ്. 5ഉം 4ഉം തമ്മിലുള്ളത് 1 ആണ്. അപ്പോൾ ഡിഫറൻസ് എല്ലായിടത്തും സെയിം ആയതുകൊണ്ട് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ, ഈ തന്നിരിക്കുന്ന ഹരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞില്ലേ, ആ നമ്പേഴ്സിൻ്റെ LCM നമ്മൾ കണ്ടെത്തും. അപ്പോൾ 2 3 4 5 ഇവയുടെ LCM കണ്ടെത്താം. 2 കൊണ്ടെടുക്കാം. 1 3 2 5. ഇനി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഗുണിക്കാം. 5 × 2 10 കിട്ടും. 3 × 6 3 × 2 60 നീട്ടും. 3 × 2 6 നീട്ടും. 6ഉം 10ഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? LCM 60 നീട്ടി. ഇനി നോക്കി, ഇവിടുത്തെ ഡിഫറൻസ് എല്ലാം 1 ആയതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ നമ്പറിൽ നിന്ന് 1 മൈനസ് ചെയ്യും. LCM കിട്ടിയതിൽ നിന്ന് 1 മൈനസ് ചെയ്യും. അപ്പോൾ 60 - 1 എത്രയത് കിട്ടും? 59 കിട്ടും. ഓപ്ഷൻ സി 2 95 ഓപ്ഷൻ സി എന്ന് കിട്ടി. 95 ഓപ്ഷൻ സി. അടുത്തത് 96. ഒരാൾ 6500 രൂപയ്ക്ക് വാങ്ങിയ ഫോൺ 5980 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ നമുക്ക് വാങ്ങിയ വില 6500ഉം വിറ്റ വില 5980 ആണ്. ഉറപ്പായിട്ടും അവിടെ നഷ്ടമായിരിക്കും. ക്വസ്റ്റ്യനിൽ നഷ്ട ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 6500ഉം 5980 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോൾ 6000 വരെ എത്താനായിട്ട് പിന്നെ ഒരു 20 ഉണ്ട്. 20ഉം പിന്നെ ഒരു 500ഉം. അപ്പോൾ 520 ഇവിടുത്തെ വ്യത്യാസം, അല്ലെങ്കിൽ കുറച്ച് നോക്കാം. അപ്പോൾ 520 വ്യത്യാസവും വാങ്ങിയ വില എത്രയാണ്? 6500 ഇൻറ്റു ശതമാനം കണ്ടെത്താൻ 100 കൊണ്ട് ഗുണിക്കുന്നു. 2 0യും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട്? 520 ഭാഗം 65 എന്നുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു? 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 500ൽ 520 ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. 500ൽ എത്ര 5 ഉണ്ട്? 100 5 ഉണ്ട്. 20ൽ 4 ഉണ്ട്. അപ്പോൾ 104 എന്ന് കിട്ടും ഇല്ലേ? 104 എന്ന് കിട്ടി. മുകളിൽ 104 ആയി. താഴെ 65ൽ എത്ര 5 ഉണ്ടെന്നാണ്. 50ൽ 10 5 ഉണ്ട്. പിന്നെ ബാക്കി ഒരു 15 ഉള്ളതിൽ 3, അപ്പോൾ 13 എന്ന് കിട്ടി. 104 ഭാഗം 13 ആണല്ലോ. 104 ഭാഗം 13 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഭാഗിച്ചു നോക്കാം. 104 ഭാഗം 13. 13ൻ്റെ ഏത് ഗുണിതമാണ് 104 നോക്കണം. എത്ര കിട്ടും? 13 × 8 നോക്കാം. 13 × 8 13 × 5 എന്ന് വരുമ്പോൾ എത്ര വരും? 65 ആവും. നമുക്ക് അതിലും കൂടുതൽ വേണം. അപ്പോൾ 8 നോക്കാം. 24 ആണ്. 4 എഴുതി. 8 2 10 104 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ശതമാനം, അവിടെ നഷ്ടശതമാനം 8 എന്ന് കിട്ടി. 96 ഓപ്ഷൻ ബി. ഓക്കെ, 97ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 1 1 2 3 5 8 ഡാഷ് 21 വിട്ടുപോയ സംഖ്യ കണ്ടെത്തണം. 97ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം ഡിഫറൻസ് എടുത്ത് നോക്കാം. നമ്പേഴ്സ് വലുതായിട്ട് കൂടിപ്പോകുന്നത് കാണുന്നില്ല. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ആദ്യത്തെ ഡിഫറൻസ് എന്ത് വരും? 0 വരും. അടുത്തത് 1, അടുത്തത് എത്രയാണ്? 1, അടുത്തത് എത്രയാണ്? 2 ഇല്ലേ? അടുത്തത് 3. ഈ പാറ്റേൺ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ?
1 1 2 3 നമ്മുടെ തന്നിരിക്കുന്ന പാറ്റേൺ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഡിഫറൻസ് എന്ത് വരണം? 5 വരണം. അപ്പോൾ 8 5 എന്ത് ചെയ്യണം? 13 ആയിരിക്കും ഇവിടെ വരുന്ന നമ്പർ അല്ലേ? 13 വരും. ഇനി അടുത്ത ഡിഫറൻസ് എത്രയാണ്? 13ഉം 21 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 8 ആണ്. അപ്പോൾ ഇത് കറക്റ്റ് അല്ലേ? പാറ്റേൺ കറക്റ്റ് ആയിട്ട് വരുന്നില്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 97 എത്ര കിട്ടും? ഓപ്ഷൻ എ എന്ന് കിട്ടി. ഓപ്ഷൻ എ 13. ഓക്കെ, അടുത്ത 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാർഗോ എന്നത് 3 8 6 2 1 എന്നും കിങ് എന്നത് 4 7 5 2 എന്നും കോഡ് ചെയ്താൽ ഗോയിങ് ഇതിലുള്ള അത് സെയിം നമ്പേഴ്സ് അല്ലേ? ഗോ എന്നുള്ളത് ലാസ്റ്റ് 2 നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കും? 21 എടുക്കും. 21 വരുന്ന ഓപ്ഷൻ ഡി ആണ്. 21 വരുന്ന ഓപ്ഷൻ 98 ഓപ്ഷൻ ഡി എന്ന് കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഗോയിങ്ങിലെ ബാക്കി ING ലാസ്റ്റ് 3 ഡിജിറ്റ്, അതായത് 7 5 2 അതല്ലേ ഇവിടെ വന്നിരിക്കുന്ന ഓപ്ഷൻ കറക്റ്റ് ആയില്ലേ? 98 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. അടുത്തത് 99ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 km/h വേഗത്തിലും. അപ്പോൾ നമുക്ക് ആദ്യത്തെ 120 കിലോമീറ്റർ ആണ്. 120 കിലോമീറ്റർ എത്ര വേഗതയിൽ? 30 km/h വേഗതയിൽ. അപ്പോൾ കിലോമീറ്റർ ആണ്, യൂണിറ്റ് എല്ലാം സെയിം ആണ്. അടുത്ത 120 കിലോമീറ്റർ ദൂരം, അടുത്ത 120 കിലോമീറ്റർ ദൂരം എത്ര? 20 km/h വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം. നോക്കിയേ, ഇവിടുത്തെ ദൂരം സെയിം ആയതുകൊണ്ട്, ദൂരം രണ്ടിടത്തും ഒരുപോലെ ആയതുകൊണ്ട് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. എളുപ്പത്തിലൊരു ഇക്വേഷൻ ഉണ്ട്. ശരാശരി, അതായത് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. 2 സ്പീഡുകൾ അറിയാം. ഇത് S1 എന്നും ഇത് S2 എന്നും എടുത്താൽ 2S1 S2 S1 + S2 ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. എപ്പോൾ? രണ്ടും ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് രണ്ടിടത്തുള്ള ടൈമൊക്കെ കണ്ടുപിടിച്ചിട്ട് ഡിസ്റ്റൻസിനെ ആ ടൈം വെച്ചിട്ടൊക്കെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് ഡയറക്റ്റ് ഒരു ഇക്വേഷനാണ്. നമുക്ക് കൊടുക്കാം. 2 × S1 എത്രയാണ്? 30 × S2 എത്രയാണ്? 20 / S1 + S2. 20 + 30 എത്ര വരും? 50 എന്ന് കിട്ടും അല്ലേ? 0യും 0യും ക്യാൻസൽ ചെയ്തു. 5ഉം 20ഉം ക്യാൻസൽ ചെയ്ത് 4 എന്ന് വരും. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 2 × 3 × 4 എന്നാണ്. 4 × 3 12, 12 × 2 24 എന്ന് കിട്ടും. ഓപ്ഷൻ ബി 99 ഓപ്ഷൻ ബി എന്ന് കിട്ടി. ഓക്കെ, അടുത്ത 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരാൾക്ക് 34 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. ഓക്കെ, മൂത്ത മകൻ ജനിച്ചു. ഒരാൾക്ക് 36 വയസ്സ്, 34 വയസ്സ്. അപ്പോൾ മകനുണ്ട്, അച്ഛനുണ്ട്. മകൻ എന്നത്തെ പ്രായം എത്രയാണ്? 0. അച്ഛൻ്റെ പ്രായം എത്രയാണ്? 34 അല്ലേ? 34 വയസ്സ്. ഓക്കെ, മൂത്ത മകന് 8 വയസ്സുള്ളപ്പോൾ ഇളയ മകൻ ജനിച്ചു. അപ്പോൾ മൂത്ത മകനെ M1 എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് മൂത്ത മകന് 8 വയസ്സായി. അപ്പോൾ അതിൻ്റെ കൂടെ 0യുടെ കൂടെ 8 കൂടി മൂത്ത മകന് 8 വയസ്സായി. അപ്പോൾ അച്ഛനും 8 വയസ്സ് കൂടൂലേ? ആണല്ലോ, അച്ഛനും 8 കൂടും. 34ൻ്റെ കൂടെ 8 കൂട്ടിയാൽ എത്ര കിട്ടും? 42 എന്ന് കിട്ടി. അച്ഛൻ്റെ പ്രായം 42ആയി. അപ്പോൾ രണ്ടാമത്തെ മകൻ ജനിച്ചു. രണ്ടാമത്തെ മകൻ അപ്പോഴത്തെ പ്രായം എത്രയായിരിക്കും? 0 ആയിരിക്കും ഇല്ലേ? ഇളയ മകന് ഇപ്പോൾ 13 വയസ്സുണ്ട് എങ്കിൽ 10 വർഷം കഴിയുമ്പോഴുള്ള അച്ഛൻ്റെ പ്രായം. അപ്പോൾ നോക്കിയേ, അത് കഴിഞ്ഞ് ഇളയ മകന് 13 വയസ്സ് എന്ന് പറഞ്ഞാൽ 13 വർഷം പിന്നെയും കടന്നു. അപ്പോൾ ഇളയ മകന് 13 ആയി. അപ്പോൾ മൂത്ത മകനും എന്ത് ചെയ്യണം? 13 കൂട്ടണം. 8ൻ്റെ കൂടെ 13 കൂട്ടിയാൽ എത്ര കിട്ടും? 13 + 8 എന്ന് പറയുന്നത് 21 ആണ്. ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? അച്ഛനും എന്ത് ചെയ്യണം? 13 കൂട്ടണം. അപ്പോൾ 42ൻ്റെ കൂടെ 13 കൂടെ കൂട്ടും. അപ്പോൾ എത്ര കിട്ടും? 5 4 1 5. അച്ഛൻ്റെ വയസ്സ് 55 എന്നാവും. അപ്പോൾ ആ സമയത്തുള്ള എങ്കിൽ 10 വർഷം കഴിയുമ്പോഴുള്ള അച്ഛൻ്റെ പ്രായം. ഇപ്പോൾ ഇളയ മകന് 13 വയസ്സെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 10ഉം കൂടെ കൂടണം. അച്ഛൻ്റെ പ്രായം മതി. 55 + 10 എത്ര കിട്ടും? 65 എന്ന് കിട്ടും. 100 ഓപ്ഷൻ സി 65. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ മൂത്ത മകൻ ജനിക്കുന്ന സമയത്ത് അച്ഛൻ എത്രയായിരുന്നു പ്രായം? 34 ആയിരുന്നു. മൂത്ത മകൻ ജനിക്കുന്ന സമയത്ത് മൂത്ത മകന് 0യും അച്ഛന് 34. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് മൂത്ത മകന് 8 വയസ്സുള്ളപ്പോൾ, മൂത്ത മകന് 8 വയസ്സെന്ന് പറയുമ്പോൾ എല്ലാവർക്കും എത്ര കൂടും? +8 നമ്മൾ ചെയ്യണം. എല്ലാവരിലും ചെയ്യണം അല്ലേ? ആ സമയത്ത് മൂത്ത മകനും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 8 കൂട്ടി. 8 കൂട്ടിയപ്പോൾ എത്ര കിട്ടും? മൂത്ത മകന് 8 കൂട്ടി 8 വയസ്സായി. അച്ഛന് 34ൻ്റെ കൂടെ 8 കൂട്ടി 42 ആയി. അടുത്ത് പറഞ്ഞിരിക്കുന്നത്
മൂത്ത മകൻ 8 വയസ്സുള്ളപ്പോൾ ആര് ജനിച്ചു? ഇളയ മകൻ ജനിച്ചു. അപ്പോഴാണ് ഇളയ മകൻ്റെ വയസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 കൊടുത്തു അല്ലേ. അടുത്തത് ഇളയ മകന് 13 വയസ്സുണ്ട്. അപ്പോൾ ഇളയ മകന് 13 വയസ്സെന്ന് പറയുമ്പോൾ അവിടെ ഇളയ മകൻ്റെ വയസ്സിൻ്റെ കൂടെ 13 കൂടി. അപ്പോൾ എല്ലാവരിലും 13 കൂടണം. എല്ലാവരിലും 13 കൂട്ടി എഴുതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ ഇപ്പോഴത്തെ പ്രായം കിട്ടി. ഇപ്പോൾ 13 വയസ്സുണ്ട് ഇളയ മകന്. അപ്പോൾ ആ സമയത്തുള്ള എല്ലാവരുടെയും പ്രായം കിട്ടി. എങ്കിൽ 10 വർഷം കഴിയുമ്പോഴുള്ള അച്ഛൻ്റെ പ്രായം. അപ്പോൾ ഇപ്പോഴത്തെ പ്രായം കിട്ടിക്കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ കണ്ടുപിടിക്കാം. +10 ചെയ്താൽ പോരെ. അപ്പോൾ എത്ര കിട്ടും? 65 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. താങ്ക് യു.